കനത്ത മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ്. 3 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് റെഡ് അലർട്ട്. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. വിവരങ്ങൾ നൽകാൻ ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം മഴ തുടർന്നുകൊണ്ടിരിക്കുന്നു. വിശദാംശങ്ങൾ. ആതിര, സംസ്ഥാനത്ത് മഴ ശക്തമായി തന്നെ തുടരുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ 3 ജില്ലകൾക്ക് റെഡ് അലേർട്ടും തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരും മണിക്കൂറിൽ മഴ ശക്തമാകും. പ്രത്യേകിച്ചും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും അതിശക്തിയായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് 2 ദിവസങ്ങളായിട്ട് സംസ്ഥാനത്ത് അതിതീവ്ര മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ മഴയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ ഏറെയാണ്. ഈ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുലർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെയോടുകൂടി ആൻഡമാൻ തീരത്ത് കാലവർഷം എത്തിയിട്ടുണ്ട്. ഈ മാസം 31-ാം തീയതിയോടുകൂടി തന്നെ സംസ്ഥാനത്ത് മൺസൂൺ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വേനൽ മഴയാണ്. നമുക്കറിയാം, വേനൽ മഴ കഴിഞ്ഞ 2 മാസങ്ങളിൽ ലഭിച്ചിരുന്നില്ല. ഈ മഴയാണ് നിലവിലിപ്പോൾ ലഭിക്കുന്നതെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആൻഡമാൻ തീരത്ത് കാലവർഷം എത്തിയതിൻ്റെ ഫലമായിട്ട് തന്നെ ഈ തുടർച്ചയായിട്ടുള്ള 7 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിശക്തിയായിട്ടുള്ള മഴ ലഭിക്കും. ഇടിമിന്നലോട് കൂടിയ മഴയാണ് ലഭിക്കാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. തമിഴ്നാട് തീരത്ത് ബംഗാൾ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട് തെക്കൻ തീരം മുതൽ മഹാരാഷ്ട്ര തെക്കൻ തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ സ്വാധീനമായിട്ടാണ് തെക്കൻ മധ്യ കേരളത്തിൽ മഴ ശക്തമാകുന്നത്. നമുക്കറിയാം, കേരളത്തിലെ 9 തീരദേശ മേഖല വരുന്ന 9 ജില്ലകളിലും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത്. കാറ്റിൻ്റെ വേഗത ക്രമാതീതമായി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വർഷം മൺസൂൺ നേരത്തെയാണ് എത്തുന്നത്. മെയ് 31-ാം തീയതിയോട് കൂടി തന്നെ മൺസൂൺ എത്തുന്നുണ്ട്. ഇരട്ട ന്യൂനമർദ്ദ സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി രൂപപ്പെട്ടേക്കാം. ഈ ചുഴലിക്കാറ്റ് ഒഡീഷ തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത. അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ തന്നെ ന്യൂനമർദ്ദം അല്ലെങ്കിൽ ബംഗാൾ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. കേരള തീരത്ത് ഇത് മഴയായി ലഭിക്കുകയും തുടർന്ന് ചുഴലിക്കാറ്റ് രൂപപ്പെടുകയും ചുഴലിക്കാറ്റ് ഒഡീഷ തീരത്തേക്ക് സഞ്ചരിക്കുകയും ചെയ്യുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇരട്ട ന്യൂനമർദ്ദ സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാവും. വരുന്ന ദിവസങ്ങളിലും മഴ ശക്തമാകും. മലയോര മേഖലകളിൽ അതിശക്തമായ അല്ലെങ്കിൽ അതിജാഗ്രത മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ, മിന്നൽ പ്രളയം, മേഘവിസ്ഫോടനം പോലുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. 2 തവണ ഇതോടൊപ്പം തന്നെ 2 ദിവസത്തിനുള്ളിൽ 2 തവണ മിന്നൽ പ്രളയം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ ഇടവഴിഞ്ഞി പുഴ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഗവിയിലേക്കുള്ള വിനോദസഞ്ചാരത്തിന് പൂർണ്ണമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗവിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും മൺസൂണിന് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ തെക്കൻ ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലകളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം. പൊന്മുടി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് രാത്രികാലങ്ങളിലുള്ള യാത്രകൾക്ക് വിലക്കുണ്ട്. ഒരുപക്ഷെ ഈ പ്രകൃതി ദുരന്തങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. ആതിര, ശരി, സംസ്ഥാനത്ത് തോരാമഴ തുടരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.